സ്നേഹമുള്ളവർ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം തിരുവചനം, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ കണ്ടുകിട്ടുമ്പോൾ അതിനെ തോളിലേന്തുന്നു. 99 ആടുകളെയും മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു ആട് മാത്രം ഇടയന്റെ തോളിലിരുന്നു വരുന്നു. ആ ആടിന് നടക്കേണ്ട, അവന് വേണ്ടി യേശു നടന്നുകൊള്ളും. ആ ആടിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, അവന്റെ കാര്യങ്ങളൊക്കെ യേശു അന്വേഷിച്ചുകൊള്ളും. കാരണം അവനെ കണ്ടെത്തിയത് യേശുവാണ്. സങ്കീർത്തനങ്ങൾ 14-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയുവാൻ. സങ്കീർത്തനങ്ങൾ 34:10 പറയുന്നു, സിംഹക്കുട്ടികൾ ഭക്ഷണം കിട്ടാതെ വിശന്നേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഒരു ചെന്നായ്ക്കും ഒരു കാട്ടുമൃഗത്തിനും ഒരു രോഗത്തിനോ ഒരു ശാപത്തിനോ ഒരു പ്രശ്നത്തിനോ നിങ്ങളെ വിട്ടുകൊടുക്കാതെ ബാക്കിയുള്ള 99 ആടുകളും നിങ്ങളെ തലയുയർത്തി നോക്കുന്ന രീതിയിൽ ദൈവം നിങ്ങളെ എത്തിക്കും. കാരണം എന്താണെന്നറിയാവോ? നിങ്ങളിരിക്കുന്നത് സർവശക്തന്റെ തോളിലാണ്, കർത്താവിന്റെ തോളിൽ. ഒന്നിനും കുറവുണ്ടാകില്ല. കർത്താവിൽ വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ.